Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor in Commerce, Kerala PSC. എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ജനുവരി 11-നാണ് എക്സാം. സോ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡെയിലി 8 PM എല്ലാ ദിവസവും ഈവനിങ് 8 മണിക്ക് മൊഡ്യൂൾ വൈസ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ പരമാവധി 10 മൊഡ്യൂളും നമ്മൾ കവർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ എല്ലാ ദിവസവും 8 മണിക്ക് ആണ് നമ്മൾ കറക്റ്റ് ഓർഡറിൽ ഡെയിലി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോ മിസ്സാക്കാണ്ട് കറക്റ്റ് ആയിട്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. സോ നമുക്കറിയാം ടോട്ടൽ 10 മൊഡ്യൂളാണ് ഉള്ളത്. ആ 10 മൊഡ്യൂളിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മൊഡ്യൂൾ നമ്പർ 5 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാ മൊഡ്യൂളും നമ്മൾ കവർ ചെയ്യുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ദെൻ പ്രോപ്പർ ആയിട്ട് ഡെയിലി നമ്മുടെ വീഡിയോസ് കണ്ട് അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കുക. പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. സോ നമുക്ക് 10 മൊഡ്യൂളും നമുക്ക് എക്സാമിന് മുമ്പ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. സോ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 100 മാർക്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ എക്സാം ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻസ്. മൊഡ്യൂൾ നമ്പർ 5 കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. സോ അതിൽ സ്റ്റാർട്ടിങ്ങില് മൊഡ്യൂൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ദെൻ അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മുടെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അതിനൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ നമ്പർ 5 ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? സിംപ്ലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് എക്സാമിന് മാർജിനൽ കോസ്റ്റിംഗിന്റെ സിമ്പിൾ പ്രോബ്ലംസ് ഒന്നല്ല നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. നമുക്ക് ആ കൺസെപ്റ്റ് ആണ്, എസ്പെഷ്യലി ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്. നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന കരുതുന്നു. സോ നമ്പർ 1 ആദ്യം അറിയേണ്ടത് ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം പലപ്പോഴും പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം. ദെൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, അതിന് എക്സ്റ്റൻഷൻ ആയിട്ട് പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം. ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് അല്ലെ, പുതിയ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ദെൻ ഒരു സ്ഥാപനത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മുന്നോട്ട് പോണോ വേണ്ടയോ, ഒരു ഷട്ട് ഡൗണിലോട്ട് പോണോ, ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ, ഓക്കെ ആണോ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരും. മേക്ക് ഓഫ് ബൈ ഡിസിഷൻ എടുക്കേണ്ടി വരും അല്ലെ. ഒരു പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ, അതോ ഈ സെയിം ക്വാളിറ്റി പ്രോഡക്റ്റ് സെയിം പ്രൈസിന് പുറമേ നിന്ന് അവൈലബിൾ ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. മേക്ക് ഓഫ് ബൈ ഡിസിഷൻ. ദെൻ പ്രോഫിറ്റ് പ്ലാനിങ്. അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഓർഡർ വരുന്ന സമയത്ത് അതിനെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, ഇങ്ങനെ ഡിഫറെന്റ് ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ പലപ്പോഴും മാനേജ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. സോ അതിന് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ആണ്, ദാറ്റ് മീൻസ് കോസ്റ്റിംഗ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമുക്കത് യൂസ്ഫുൾ ആവുക, നമ്മൾ എന്താണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും അതിന്റെ ബേസിക്സ് അറിയുന്ന കാര്യമാണ്. സോ ആ ബേസിക് കൺസെപ്റ്റിലോട്ട് നമുക്ക് അത് തന്നെ പോവാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥാപനം അതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഒരു സ്ഥാപനത്തിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 1 lakh യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. 1 lakh യൂണിറ്റ് ആണ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി. മാക്സിമം എന്ന് പറയുന്നത് 1 lakh യൂണിറ്റ്സ് ആണ്. ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിമാൻഡ്. ഇപ്പോഴത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് 60,000 യൂണിറ്റ്സ് ആണ് ഇപ്പോ ഡിമാൻഡ്. സോ അതിന്റെ ബേസിലാണ് ഇപ്പൊ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
സോ ആ ഒരു എന്താണ് 60,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 60,000 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന സെയിൽസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 60,000 into 10 6 lakh rupees ആണ്. 10 rupees ആണ് അവിടെ സെയിൽസ് എങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് 6 lakh rupees ആണ് അവിടെ സെയിൽസ് വരുന്നത്. ദെൻ വാരിയബിൾ കോസ്റ്റ് അവിടെ വരുന്നത് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു 30,000 ആണെന്ന് ഇരിക്കുക. 30,000 that means 3 lakh rupees ആണ്. 30,000 അല്ല 3 lakh rupees ആണ്. ദെൻ അപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് എക്സ്പെൻസസ് ആണ് വരാൻ. നമുക്കറിയാം ഫിക്സഡ് എക്സ്പെൻസസും വാരിയബിൾ എക്സ്പെൻസസും. സോ വാരിയബിൾ എക്സ്പെൻസസ് എഴുതി 3 lakh. ദെൻ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത് അവിടെ ഒരു 2 lakh rupees ആണ്. 2 lakh rupees. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ടോട്ടൽ അവിടെ സെയിൽസ് വരുന്നത് എത്രയാണ്? 6 lakh rupees ആണ്. നമുക്ക് വരുന്ന ടോട്ടൽ എക്സ്പെൻസസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ 50,000 ആണ്. ദാറ്റ് മീൻസ് അവിടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആയിരിക്കും അല്ലെ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ അറിയേണ്ട കുറച്ച് ഡീറ്റെയിൽസിലോട്ട് പോവാണ്. നമ്പർ 1, നമുക്ക് കോസ്റ്റിന്റെ ഡിഫറൻഷിയേഷൻ. എന്താണ് ഫിക്സഡ് കോസ്റ്റ്, എന്താണ് വാരിയബിൾ കോസ്റ്റ് നമുക്ക് അറിയുന്നതാണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് നമ്പർ ഓഫ് എന്താണ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും നമ്മൾ എന്തായാലും പേയ്മെന്റ് നടത്തേണ്ടി വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെന്റിന് സ്ഥലം എടുത്തിട്ടാണ് നമ്മൾ ഒരു മാനുഫാക്ചറിങ് നടത്തണമെങ്കിൽ റെന്റ് എന്ന് പറയുന്നത് മാസം ഒരു 50,000 rupees ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും we must want to pay rupees 50,000. okay, so this is fixed cost. Then variable cost means what? നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാണ്. അത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാം അല്ലെങ്കിൽ പുറമേ നിന്ന് മേടിക്കാം. അപ്പോൾ മാനുഫാക്ചർ ചെയ്യേണ്ടി വരുന്ന മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിന് വേണ്ടി വരുന്ന എന്താണ് ഒരു യൂണിറ്റിന് വേണ്ടി വരുന്ന മെറ്റീരിയലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 6 rupees ആണെന്ന് വരിക. ₹6 6 രൂപയാണ് അവിടെ വരുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു എന്താണ് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ 1000 into 6 6,000 rupees ആണ് വരിക നമ്മുടെ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി 2000 ആണെങ്കിലോ 2000 into 6 12,000 ആണ് വരിക. സോ ദാറ്റ് ഈസ് ദി എന്താണ് കൺസെപ്റ്റ് ഓഫ് വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണോ അത്രത്തോളം കൂടും. ഓക്കെ, സോ ദിസ് ഇസ് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് വാട്ട് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. അപ്പൊ നമ്മളിവിടെ നോക്കിയപ്പോ പ്രോഫിറ്റ് വന്നു. ഇനി നമ്മുടെ മാക്സിമം കപ്പാസിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ് അല്ലെ? അപ്പോ നമ്മളിപ്പോ 60,000 യൂസ് ചെയ്തിട്ടുള്ളൂ. ആ സമയത്താണ് അഡീഷണൽ ആയിട്ട് ഒരു ഓർഡർ വരുന്നത്. ആ ഓർഡർ ഇങ്ങനെയാണ്, ഒരു 40,000 യൂണിറ്റിന്റെ ഓർഡർ വരാണ്. നമ്മുടെ അടുത്ത് പറയാണ് 40,000 ഒരു ഓർഡർ ഉണ്ട്, പക്ഷേ 6 rupees മാത്രമാണ് നമുക്ക് അതിന്റെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട്. അറ്റ് 6 rupees 6 രൂപയ്ക്ക് നിങ്ങളത് വിൽക്കേണ്ടതായിട്ട് വരും. 6 രൂപയ്ക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ 10 rupeesനാണ് വിറ്റിട്ടുണ്ടായിരുന്നത്, 6 രൂപയ്ക്ക് നമ്മളത് വിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് കേൾക്കണ സമയത്ത് 6 rupees നമ്മൾ 10 രൂപയ്ക്ക് കൂടെ വിറ്റിട്ട് 6 രൂപയ്ക്ക് പുതിയ ഓർഡർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ, ആ ഒരു ഡിസിഷനിലോട്ട് പോവാ. സോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോ മാനേജർ എന്ത് ആസ്പെക്ട് ആണ്, നമ്മുടെ ഏതൊക്കെ കാര്യങ്ങളാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് വാട്ട് മാർജിനൽ കോസ്റ്റിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന്, ദാറ്റ്സ് ദി പോയിന്റ്, ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ 40,000 യൂണിറ്റിന്റെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സെയിൽ ചെയ്യണം എത്ര രൂപ? 6 രൂപയ്ക്ക്. സോ 40,000 into 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2,40,000 അല്ലെ? 2,40,000 ആണ് നമുക്ക് അവിടെ കിട്ടാം. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതും അവിടെ ഇതുപോലെ തന്നെ ചേഞ്ച് ആവും. ഇപ്പൊ ഇവിടെ 3 lakh ആണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ₹5 ആണ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. 60,000 into 5 ആണ് 3 lakh rupees കിട്ടിയില്ല. ലൈക്ക് ദാറ്റ് ഇവിടേക്ക് വരുന്ന സമയത്തും 40,000 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 40,000 into
5 ആണ് വാരിയബിൾ കോസ്റ്റ് വരാ. ദാറ്റ് മീൻസ് എത്ര വരും? 2 lakh rupees ആണ് അവിടെ വാരിയബിൾ കോസ്റ്റ് വരാ. അഡീഷണൽ 40,000 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എഴുതി. ഇനി മൂന്നാമത് ഇവിടെ കിടക്കുന്ന എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ അവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മളിപ്പോ വീണ്ടും എഴുതേണ്ട കാര്യമുണ്ടോ? ഫിക്സഡ് കോസ്റ്റ് വേണ്ട. ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുള്ളതാണ്. വെദർ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും പേ ചെയ്യേണ്ടതാണ്. സോ 60,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഇവിടെ 2 lakh ഉള്ളത് കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഓൾറെഡി കവേർഡ്. സോ അഡീഷണൽ ആയിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യണ്ട. We must want to consider only one cost, that is known as what? Variable cost. So that cost is known as marginal cost. So what do you mean by marginal cost or marginal costing? For here decision making purpose additional ആയിട്ട് ഒരു 40,000 ഓർഡർ വന്നപ്പോൾ നമ്മൾ എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത്, ഏത് കോസ്റ്റിനെ ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഏത് കോസ്റ്റിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ? വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി കവേർഡ്. സോ നമ്മൾ ഇതിനെ എടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് മീൻസ് ഇവിടെ 40,000 പ്രോഫിറ്റ് അല്ലാണ്ട് തന്നെ കിട്ടും. സോ വി ക്യാൻ ആക്സെപ്റ്റ് ദാറ്റ് ഓർഡർ. സോ ഇതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ എന്റെ കൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് തിയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അഡീഷണൽ ടു 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഇപ്പൊ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് 60,000 യൂണിറ്റ് ആണെങ്കിൽ 60,000 യൂണിറ്റ് കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. സോ ആ അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്ന കോസ്റ്റ് ഇവിടെ എന്താണ്? നമ്മൾ 60,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ടി വന്ന കോസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം അപ്പൊ ഇവിടെ 5 lakh ആണ് നമുക്ക് കോസ്റ്റ് വന്ന ടോട്ടല്. ദെൻ അതിനുശേഷം 40,000 യൂണിറ്റിലോട്ട് നമ്മൾ പോണ സമയത്ത് അവിടെ ആകെ കൂടി ഏത് കോസ്റ്റ് മാത്രമേ വന്നുള്ളൂ? വാരിയബിൾ കോസ്റ്റ് മാത്രമേ വന്നുള്ളൂ. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? അഡീഷണൽ ആയിട്ട് വേണ്ടി വന്ന കോസ്റ്റ്. അതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാ. ആ കോസ്റ്റ് എന്താണ്? വാരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ത് കോസ്റ്റിംഗ് ആണ്? മാർജിനൽ കോസ്റ്റിംഗ് ആണ്. സോ ഇത് വെച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുക്കാൻ സാധിക്കും. സോ അതാണ് നമ്മൾ 1 by 1 ആയിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ മാർജിനൽ കോസ്റ്റിംഗിലോട്ട് പോണ സമയത്ത് നമ്മൾ അറിയേണ്ട കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ എന്താണ് ഡിഗ്രി മുതൽ പഠിച്ച് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് കോൺട്രിബ്യൂഷൻ. സോ ആ മാർജിനൽ കോസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഓരോ ഡിസിഷൻ മേക്കിങ്ങിന്റെ എക്സാമ്പിൾസ് നമുക്ക് 1 by 1 ആയിട്ട് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ആ ഡിസിഷൻ മേക്കിംഗ് ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് അറിയേണ്ടത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയുന്ന ഒരു കാര്യമാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ഒരു സ്റ്റെപ്പ്. നമ്പർ 1 സെയിൽസ്. സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയാം. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നതാണ് കോൺട്രിബ്യൂഷൻ. അപ്പൊ എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സെയിൽസ്, വാരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, ഇതൊരു കട്ടയാണ്. ഇത് മൂന്നും വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ 6,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ വേണ്ടി വരുന്ന സെയിൽസ് അത് 10,000 ആകുമ്പോൾ സെയിൽസിൽ വ്യത്യാസം വരും. അതനുസരിച്ച് വാരിയബിൾ കോസ്റ്റിൽ ചേഞ്ച് വരും. അതനുസരിച്ച് കോൺട്രിബ്യൂഷനിലും വ്യത്യാസം വരും. അപ്പൊ എന്താണ് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ? നമ്മുടെ വാരിയബിൾ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ എത്ര എമൗണ്ട് നമുക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ that amount is known as contribution. നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വാരിയബിൾ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എമൗണ്ട് അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് വാട്ട്? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ നമുക്ക് എത്രത്തോളം എമൗണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അപ്പോ കോൺട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് ഹൈ, പ്രോഫിറ്റ് ഷുഡ് ബി മോർ. കോൺട്രിബ്യൂഷൻ കൂടുതലാണെങ്കിൽ പ്രോഫിറ്റും എന്തായിരിക്കും? കൂടുതലായിരിക്കും.
ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ എന്തായാലും പേ ചെയ്യേണ്ടി വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. സോ കോൺട്രിബ്യൂഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാരിയബിൾ കോസ്റ്റ് അല്ല പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടാൻ സാധിക്കും. അപ്പൊ പലപ്പോഴും നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. ഏതാണ് ഒരു ബെസ്റ്റ്, എന്താണ് ഓൾട്ടർനേറ്റീവ് ബെസ്റ്റ് വൺ എന്ന ഏതാണെന്നുള്ളതൊക്കെ ഡിസിഷൻ എടുക്കാൻ ഇതിന്റെ ബേസിലാണ്, കോൺട്രിബ്യൂഷന്റെ ബേസിലാണ്. അപ്പൊ നമുക്ക് സിലബസ് നോക്കിയാൽ അറിയാം, ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നതിന് അത്രത്തോളം റെലവൻസ് കൊടുത്തിട്ടുണ്ട്. അതില് ഒരു 7-8 ആപ്ലിക്കേഷൻസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണ് സിലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് എന്ന് പറയുന്നത്. സോ എന്താണ് സിലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ഒരു സ്ഥാപനത്തില് നമ്മൾ 1, 2, 3 ഒന്നിലധികം പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു കോമ്പിനേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. സോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 1000 യൂണിറ്റ് ആണ്, 1000 യൂണിറ്റ് ആണ് ടോട്ടൽ എല്ലാം കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണത്. സോ അതില് എന്താണ്, എ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു 300 യൂണിറ്റ്, ബി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു 100 യൂണിറ്റ്, ദെൻ സി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു 200 യൂണിറ്റ്, ദെൻ ബാക്കി ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു 5, 6, 400 യൂണിറ്റ്. ഇങ്ങനെയാണ് പ്രൊപ്പോർഷൻ പോകുന്നത്. സോ ഇപ്പൊ ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ചോദ്യം, ഇതില് എന്താണ്, ഇതിന് നമ്മളൊരു ചേഞ്ച് വരുത്താണ്. ഇപ്പോ എയും ബിയും സിയും മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക, ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ പ്രൊപ്പോർഷനിൽ എന്തുണ്ടാവും, വ്യത്യാസം വരും. ഇപ്പോ എയും ബിയും മാത്രം പ്രൊഡ്യൂസ് ചെയ്യണം, എ ഒരു 500 യൂണിറ്റ്, ബി എന്ന് പറയുന്നത് ഒരു 500 യൂണിറ്റ്, സിയും ഡിയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ സൂപ്പർ ആയിരിക്കുമോ, നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കുമോ? ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യണ്ട, എയും ബിയും വേണ്ട, സിയും ഡിയും മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം, രണ്ടും പപ്പതി. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ഡിസിഷൻ ആവോ എന്നുള്ളൊരു ചോദ്യം വരാണെങ്കിൽ ദാറ്റ് ഡിസിഷൻ മേക്കിംഗ്, അതിനാണ് പറയാൻ നമ്മൾ സിലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ്. ഏതാണ് ഒരു നല്ല സെയിൽസ് മിക്സ് എന്നുള്ളത്. സോ നമുക്കത് എങ്ങനെയാണ് ഒരു ഡിസിഷനിലോട്ട് പോകാൻ പറ്റുക? കോൺട്രിബ്യൂഷൻ ഹയർ ആണ്. ഏതിനാണ് കോൺട്രിബ്യൂഷൻ ഹയർ? ഏത് മിക്സിലാണ് കോൺട്രിബ്യൂഷൻ ഹയർ? സോ ആ മിക്സ് ആയിരിക്കും ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് വരാം. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഹിയർ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടവരാ എന്താണ്, കോൺട്രിബ്യൂഷൻ ആണ്. ശരിക്കും നമ്മൾ അതിന്റെ ഇക്വേഷനിലോട്ടോ മറ്റു കാര്യങ്ങളിലോട്ടോ നമുക്ക് ഇപ്പൊ പോകേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള കുറെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഡിസിയേറ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ചെയ്യണം, PV റേഷ്യോ എന്താണ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻസിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാൻ നേരെ അതിലോട്ട് പോകുന്നത്. സോ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ സിലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ക്വസ്റ്റൻ ഒന്ന് നോക്കിയോളൂ. പങ്കജ് ലിമിറ്റഡ് എൻഗേജ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് 2 products എ ആൻഡ് ബി. 2 പ്രോഡക്റ്റ് ആണ് പങ്കജ് ലിമിറ്റഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എയും ബിയും. സോ എയുടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ബിയുടെ തന്നിട്ടുണ്ട്, ദെൻ ഡയറക്ട് മെറ്റീരിയൽ പെർ യൂണിറ്റ് ഉണ്ട്, വേജസ് ഉണ്ട്, ഓവർഹെഡ് ഉണ്ട്, വാരിയബിൾ, ഫിക്സ്ഡ്. മാക്സിമം കപ്പാസിറ്റി 1000 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോ ദി കോൺട്രിബ്യൂഷൻ ഓഫ് each of the product A and B and recommend which of the following sales mix should be adopted. അപ്പോൾ ഏത് മിക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് A 300 യൂണിറ്റ്സും ബി 600 യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യും. അത് എങ്ങനെ, അതാണെങ്കിൽ എന്താണ്, ദെൻ എ രണ്ടാമത് പറയുകയാണ് A 450 B 450. അങ്ങനെ ആവുമ്പോൾ എന്താണ്, ദെൻ മൂന്നാമത് 600 300, A 600 B 300. സോ ഇതില് ബെസ്റ്റ് മിക്സ് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ഡിസിഷനിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു കോൺട്രിബ്യൂഷൻ ആണ്. സോ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് എഴുതിയേ? എല്ലാത്തിനും പെർ യൂണിറ്റ് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ആദ്യം എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാം. എയുടെയും ബിയുടെയും, എ ബി. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് മെറ്റീരിയൽ. സോ ഡിറക്റ്റ് മെറ്റീരിയൽ, ദെൻ ഡിറക്റ്റ് വേജസ് പ്ലസ് വാരിയബിൾ ഓവർഹെഡ് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അത് എഴുതാം, ഡിറക്റ്റ് മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്,
20A then 25B തന്നിട്ടുണ്ട്. Then next direct wages 10-15 പറഞ്ഞിട്ടുണ്ട്. The next variable overhead ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേജസിന്റെ 100% എന്ന് പറഞ്ഞിരിക്കണം. സോ വാരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് വേജസിന്റെ 100% ആണ്. 100% ഓഫ് വേജസ് ആണ്. സോ ദാറ്റ് മീൻസ് ഈ എമൗണ്ട് സെയിം തന്നെ വരും 10-15. ഓക്കെ, സോ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എത്ര വരും? 40. ദെൻ നെക്സ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 55 വരും. സോ മാർജിനൽ കോസ്റ്റ് കിട്ടി. ദെൻ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 60 എയുടെയും ദെൻ ബിയുടെ ഡീറ്റെയിൽസ് 100 ആണ്. സോ നെക്സ്റ്റ് ഇതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണത്, പെർ യൂണിറ്റ്. സോ ഇവിടെ എത്ര വരും? 20, ഇവിടെ 45. ഓക്കെ, സോ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടി, രണ്ട് എയുടെയും ബിയുടെയും. ഇനി നമ്മൾ 3 ഓപ്ഷനിലോട്ട് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് എ 300ഉം പ്രോഡക്റ്റ് ബി 600 ആവുമ്പോൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്താണ്? പ്രോഡക്റ്റ് എ എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ്. സോ അതിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് 20-45. സോ പ്രോഡക്റ്റ് എയുടെ 300 into 20 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 6000 റുപ്പീസ് ആണ്. കോൺട്രിബ്യൂഷൻ ആണ് കേട്ടത്, കോൺട്രിബ്യൂഷൻ. ദെൻ നെക്സ്റ്റ് 600 യൂണിറ്റ്സ് ആണ് പ്രോഡക്റ്റ് ബിയുടെ. സോ 600 into 45 എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന എമൗണ്ട് 27,000 റുപ്പീസ് ആണ്. 27,000. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാ വരാ? രണ്ടും കൂടിയും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 33,000 റുപ്പീസ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ അവൈലബിൾ ആണ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 10,000 റുപ്പീസ് ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് 23,000 ആണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കേസ്, രണ്ടാമത്തെ കേസിലോട്ട് പോവാം. അവിടെ 450 ആണ്. അപ്പോൾ നോക്കാം, ഇവിടെ പ്രോഡക്റ്റ് എയുടെ എത്ര വരും? 450 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 450 into 20 is equal to 9,000. Then next product B യുടെ contribution 450 into 45 is equal to 20,250. So total contribution നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 29,250 വരും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് 10,000 സബ്ട്രാക്ട് ചെയ്താൽ ബാലൻസ് 19,250 ആണ് പ്രോഫിറ്റ് വരാം. ഓക്കെ, സോ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് കഴിഞ്ഞു, 19,250 കിട്ടി. ഇനി മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് 600 ആയും. അപ്പോൾ മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവിലോട്ട് പോവാം. പ്രോഡക്റ്റ് എയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. 600 എയുടെ, സോ 600 into 20 is equal to 12,000 റുപ്പീസും. ദെൻ പ്രോഡക്റ്റ് ബിയുടെ 300 into 45, that means വരുന്നത് 13,500ഉം. സോ ടോട്ടൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ എത്ര വരും? 25,500 മൈനസ് ഫിക്സഡ് കോസ്റ്റ് 10,000 is equal to 15,500 ആണ് നമ്മുടെ മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവിന്റെ പ്രോഫിറ്റ് വരാം. സോ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ് ഏതാണ് ബെസ്റ്റ് സെയിൽസ് മിക്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ്? ഫസ്റ്റ് വൺ ആണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത് ഫസ്റ്റ് കേസിലാണ്, 23,000. സോ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കൊടുക്കുക.
സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്ററിന്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ സിലക്ഷൻ ഓഫ് സെയിൽസ് മിക്സ് എന്ന് പറയുമ്പോൾ നമ്പർ 1 ആദ്യത്തെയാണ്. ദാറ്റ് മീൻസ് 300 എയും 600 ബിയും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ടത്, ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് പോവാം. മൂവിങ് ടു നെക്സ്റ്റ് ആപ്ലിക്കേഷൻ. അടുത്തതായിട്ട് വരുന്നത് മേക്ക് ഓർ ബൈ ഡിസിഷൻ ആണ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ സ്ഥാപനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ പുറമേ നിന്ന് മേടിക്കണോ, ആ ഒരു ഡിസിഷനാണ് നമുക്ക് എടുക്കാനുള്ളത് എങ്കിൽ എന്താണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. സോ ക്വസ്റ്റിനിലോട്ട് പോവാം. ക്വസ്റ്റൻ ഇതാണ്: എ മൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനി finds that while it costs rupees 6.25 to make a component X 2370, ആ കോമ്പോണന്റിന്റെ പേരാണ് X 2370, the same is available in the market 5.75 with an assurance of continued supply. The breakdown cost തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റ് 6.25 ആണ്, ₹6.25. ഈ സെയിം പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് പുറമേ നിന്ന് 5.75 ₹5.75 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മേക്ക് ഓർ ബൈ, ഇത് മേടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. ദെൻ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഷുഡ് യു മേക്ക് ഓർ ബൈ. ദെൻ രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ കോമ്പോണന്റിന്റെ എന്താണ് പ്രൈസ്, അല്ലെങ്കിൽ would be your decision if the component is rupees 4.85, ₹4.85 ഇത് നമുക്ക് പുറമേ നിന്ന് അവൈലബിൾ ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഡിസിഷനിൽ വരുന്ന ചേഞ്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ആദ്യം നോക്കണ്ടേ. ഓൾറെഡി നമുക്ക് ഇവിടെ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ലേബർ, വേരിയബിൾ ഓവർഹെഡ് തന്നിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഓഫ് ഓൾ മാർജിനൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഓൾറെഡി തന്ന ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ? ഡിറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത് 2.75 ആണ്. നെക്സ്റ്റ് ഡിറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 1.75 ആണ്. നെക്സ്റ്റ് അതർ വാരിയബിൾ ഓവർഹെഡ്സ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, അത് 0.50 ആണ്. ദാറ്റ് മീൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മാർജിനൽ കോസ്റ്റ്. സോ മാർജിനൽ കോസ്റ്റ് ഇവിടെ വരുന്ന എത്രയാണ്? ₹5 ആണ്. 5. ഓക്കെ, സോ നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1.25 ആണ്. ദാറ്റ് മീൻസ് അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് അവിടെ 6.25 വന്നിട്ടുള്ള. ഓക്കെ, ഇനി നമുക്കൊരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്, പുറമേ നമ്മളിത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ₹5.75 കിട്ടും. എത്രയാണ്? ₹5.75 പുറമേ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കണം. നമ്മൾ നോക്കുമ്പോൾ എന്താ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 6.25 ആണ്. ദെൻ പുറമേ ഇത് മേടിക്കുകയാണെങ്കിൽ 5.75 കിട്ടും. അപ്പൊ എന്താണ്, ഇതുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളത് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ എന്തായാലും അടക്കേണ്ടി വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ പുറമേ നിന്ന് മേടിക്കുമ്പോൾ അതിനു വേണ്ടി ₹5.25 വേണ്ടി വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിലും അതിന്റെ കൂടെ നമ്മൾ ഏത് എമൗണ്ടും കൂടി ആഡ് ചെയ്യണം, ഫിക്സഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 1.25 കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് മീൻസ് അങ്ങനെയാകുമ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് ₹7 നേരെ മറിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ ₹6.25 വരണല്ലോ. സോ അപ്പോൾ അവിടെ ഒരു നല്ല ഡിസിഷൻ എന്താണ്, നമ്മൾ തന്നെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ അതിന്റെ കൂടെ വേറൊരു ഓഫർ കൂടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി വെച്ചിട്ടുണ്ട്. എന്താണ് ഇത്? 4.85 കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ എന്തായിരിക്കും? അപ്പൊ 4.85 കിട്ടുകയാണെങ്കിൽ എന്താ, അവിടെ പിന്നെ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 1.25 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ വരുന്നത് എത്ര രൂപയാണ്? 6.10 ആണ്. സോ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 6.25 കോസ്റ്റ് വരുമ്പോൾ നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന സമയത്ത് എത്ര വരുന്നുള്ളൂ? 6.10 ആണ്. സോ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറമേ നിന്ന് മേടിക്കാം എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തിന്റെ ബേസിലാണ് ഒരു ഡിസിഷൻ പോയിട്ടുള്ളത്? മാർജിനൽ കോസ്റ്റിന്റെ ബേസിലാണ് അല്ലെ?
ഈ കേസിൽ ഫസ്റ്റ് കേസിൽ 5 റുപ്പീസ് ആണ് മാർജിനൽ കോസ്റ്റ്. ദെൻ മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണ് നമ്മുടെ പുറമേ നിന്ന് മേടിക്കുന്നതിന്റെ പ്രൈസ് എങ്കിൽ ഇവിടെ 5.75 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓൺ ദി അതർ ഹാൻഡ് മാർജിനൽ കോസ്റ്റ് 5 ആണ്, അതിനേക്കാൾ കുറവ് എമൗണ്ടിനാണ് നമുക്ക് പുറമെന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. സോ അവിടെ ഡിസിഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ്? അവിടെ മാർജിനൽ കോസ്റ്റിന്റെ ബേസിലാണ്. എന്താണ്? വാരിയബിൾ കോസ്റ്റിന്റെ ബേസിലാണ്. ഞാൻ അതിന്റെ കൺസെപ്റ്റ് ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടവരാ അല്ലെ കമ്പയർ ചെയ്യേണ്ടവരാ എപ്പോഴും എന്ത് മാത്രമാണ്? മാർജിനൽ കോസ്റ്റ് ആണ്, വാരിയബിൾ കോസ്റ്റ് ആണ്. സോ ഇതിന്റെ ബേസിലാണ്, ഇതിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മളിവിടെ നോക്കേണ്ടവരാ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, ഇവിടെ റിജക്ട് ചെയ്യാം. സോ ദാറ്റ്സ് അവർ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അതായത് ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. സോ നമ്മളിന്ന് മൂന്നാമത് ഒരു ആപ്ലിക്കേഷൻസിലോട്ട് കൂടി പോവാം. ദെൻ നെക്സ്റ്റ് ഒരു 3-4 ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ മൂവിങ് ടു നെക്സ്റ്റ് ആപ്ലിക്കേഷൻ. സോ മൂവിങ് ടു തേർഡ് വൺ, ആക്സെപ്റ്റിംഗ് അഡീഷണൽ ഓർഡേഴ്സ് ഓർ നോട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ അഡീഷണൽ ആയിട്ട് ഒരു ഓർഡർ വരുമ്പോൾ. സോ അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് നോക്കണ്ടേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത് എന്തിന്റെ ബേസിലാണ്? കോൺട്രിബ്യൂഷന്റെ ബേസിലാണ്. സോ ഓൾറെഡി ഒരു സ്ഥാപനത്തിന് ഒരു എന്താണ് പെർട്ടിക്കുലർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത്ര സെയിൽസ് കിട്ടുന്നുണ്ട് അല്ലെ ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ദെൻ അഡീഷണൽ ആയിട്ട് ഒരു ഓർഡർ വരുമ്പോൾ അത് ജസ്റ്റ് പറഞ്ഞിരിക്കണ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷൻ ആണ് എടുക്കണമെങ്കിൽ ഓൾറെഡി ഇഫ് ദർ ഈസ് പ്രോഫിറ്റ് നമ്മൾ അവിടെ ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്തു അല്ലെ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടി. ദെൻ ആ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഓർഡർ കിട്ടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാം. ദെൻ പ്രോഫിറ്റ് പ്ലാനിങ്ങിന്റെ കേസ് വരുമ്പോഴാണ് ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് അഡീഷണൽ ആയിട്ടൊരു ഓർഡർ നമുക്ക് കിട്ടി, ആ ഓർഡറുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ടോട്ടല് നമുക്ക് ഓവറോൾ നമുക്ക് പ്രോഫിറ്റ് ഇത്ര വേണം എങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ ഒരു ഡിസിഷനിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എങ്ങനെയാണ് ഒരു 5 മാർക്സിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻറ്റോ US കമ്പനി ഹാസ് എ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് 5,000 ആർട്ടിക്കിൾസ് ബട്ട് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ഓൺലി 2,000 ആർട്ടിക്കിൾസ് and home for market at the following cost. അപ്പോൾ 5000 ആർട്ടിക്കിൾസ് അവർക്ക് മാക്സിമം കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ 2000 മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. മെറ്റീരിയൽ, വേജ്, ഫാക്ടറി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഫിക്സ്ഡ് തന്നിട്ടുണ്ട്, വാരിയബിൾ തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ദി ഹോം മാർക്കറ്റ് ക്യാൻ കൺസ്യൂം ഓൺലി 2000 ആർട്ടിക്കിൾസ് at ₹80 per article. Additional order for supply of 3000 articles received from a foreign customer. 3000 പക്ഷെ 65 രൂപയാണ് തരല്ലോ. Should this order be accepted or not? ഇത് ആക്സെപ്റ്റ് ചെയ്യണോ? 80 രൂപയ്ക്ക് വിറ്റില്ലായിരുന്നെ 65 രൂപയ്ക്ക് പുതിയ ഓർഡർ 3000 കിട്ടുമ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ നോക്കാം. നമുക്ക് കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് അല്ലെ ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. അപ്പൊ നമുക്ക് തന്ന ഡീറ്റെയിൽ വെച്ചിട്ടുള്ള പ്രോഫിറ്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സെയിൽസ് എത്രയാണെന്ന് നോക്കാം. സെയിൽസ് എമൗണ്ട് എന്ന് പറയുന്നത് 2000 ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. 80 രൂപ വെച്ചിട്ടാണ് 2000 into 80, ദാറ്റ് മീൻസ് നമുക്ക് 1,60,000 റുപ്പീസ് ആണ് അവിടെ എന്ത് വരാം സെയിൽസ് വരാം. നെക്സ്റ്റ് ഇതിന് എന്ത് പറയണം? മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ്. സോ ഇവിടെ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുക 3 ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽസ് എമൗണ്ട് 40,000 റുപ്പീസ്. ദെൻ നെക്സ്റ്റ് ഡയറക്റ്റ് വേജസ് പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് 36,000 റുപ്പീസ്. ദെൻ നമുക്ക് വാരിയബിൾ ഓവർഹെഡ്സ് കൺസിഡർ ചെയ്യുന്ന രണ്ടെണ്ണത്തിന്റെയും ഫാക്ടറി ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, രണ്ടിന്റെയും വാരിയബിൾ നോക്കണം. സോ നെക്സ്റ്റ് വാരിയബിൾ ഓവർഹെഡ്സില് ആദ്യത്തെ ഫാക്ടറി ആണ്. ഫാക്ടറിയുടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20,000 റുപ്പീസ് ആണ് ഫാക്ടറി. ദെൻ നെക്സ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുള്ളത് എമൗണ്ട് 16,000 റുപ്പീസ് ആണ്. 16,000 റുപ്പീസ്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
മാർജിനൽ കോസ്റ്റ് കിട്ടും. ഇവിടെ വരുന്നത് 1,12,000 rupees ആണ്. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ ഇവിടെ എത്ര വരാ? 48,000 rupees. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്താ നോക്കണ്ടേ? ഇത് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടോ ഈ കോൺട്രിബ്യൂഷനില്? അവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അഡീഷണൽ ഓർഡർ ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ നെക്സ്റ്റ് ലെസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? ഫാക്ടറിയുടെ 12,000, സബ് ഡിവിഷൻ ഉണ്ട് ഫാക്ടറിയുടെ 12,000 rupees. Then selling and distribution ന്റെ ഫിക്സഡ് പറഞ്ഞിട്ടുള്ളത് 18,000 rupees. Then ഓഫീസിന്റെ ആണ് അല്ലേ? ഓഫീസ് സെല്ലിംഗ് അല്ല, ഓഫീസിന്റെ ആണ് ഇവിടെ 18,000 പറഞ്ഞിട്ടുള്ളത്. ഓഫീസിന്റെ ആണ് 18,000 പറഞ്ഞിട്ടുള്ളത്. Then സെല്ലിങ്ങിന്റെ പറഞ്ഞിട്ടുള്ളത് 10,000 rupees ആണ്. സെല്ലിങ്ങിന്റെ പറഞ്ഞിട്ടുള്ളത് 10,000. So that means total 40,000 rupees ആണ് ഫിക്സഡ് വരുന്നത്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. That means 8,000 ആണ് പ്രോഫിറ്റ്, എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ്. സോ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ് 3,000 അഡീഷണൽ ഓർഡർ വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ പറയാം? ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഇപ്പൊ 3,000 യൂണിറ്റിന്റെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് സെയിൽസ് വരാം എന്നുള്ളത് നോക്കണ്ടേ? എത്രയായിരിക്കും? 3,000 into 65 rupees ആണ് പറഞ്ഞിട്ടുള്ളത്. So that means 1,95,000 rupees ആണ് അവിടെ സെയിൽസ്. So that means എത്ര വരും? 1,95,000. ഇനി മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് എടുത്താൽ മതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,12,000 വന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 2,000 എന്ന് പറയുമ്പോൾ 56 rupees ആണ് പെർ യൂണിറ്റ് വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് വരുന്നത്. സോ 3,000 into 56 എന്ന് പറയുമ്പോൾ 1,68,000 rupees ആണ് അവിടെ വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ വരാം. അപ്പോ നേരെ ചെയ്താൽ കിട്ടുന്നത് 1,68,000 rupees ആണ്. ഇത് കിട്ടിയത് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ഉള്ളതിന്റെ പെർ യൂണിറ്റ് കണ്ടു. Then 3,000 into 56 ചെയ്തു 1,68,000. സോ ഡിഫറൻസ് വരുന്നത് 27,000 rupees ആണ്. സോ ഇവിടെ ഫാക്ടറി ഫിക്സഡ് ഓവർഹെഡ് ഓൾറെഡി കവേർഡ് ആണ്. അപ്പോ ഈ എമൗണ്ട് പിന്നെ നമുക്ക് ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ പ്രോഫിറ്റ് എത്ര വരാ? 27,000 rupees. That means we can accept the additional order. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. സോ നമ്മൾ ഇന്ന് മാർജിനൽ കോസ്റ്റിംഗില് ഡിസിഷൻ മേക്കിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസില്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ സിമ്പിൾ കൺസെപ്റ്റ് പറഞ്ഞു. 3 ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ആണ്, ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് നാളത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഡെയിലി 8 മണിക്ക് പരമാവധി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പരമാവധി എല്ലാ മൊഡ്യൂളും കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ജനുവരി 11 മുമ്പ്. സോ എല്ലാവരും ഒരുമിച്ച് പഠിക്കുക, നമുക്ക് ഒരുമിച്ച് നേടാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.